എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക, ബസൂക്ക, ബാൾട്ടി, കാന്താര തുടങ്ങി ഒരുപാട് സിനിമകൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് മിറാജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകനായ സിനിമയാണ് മിറാജ്. ജിത്തു ജോസഫാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരുപാട് മികച്ച സസ്പെൻസ് സിനിമയിലുണ്ട്. ഇപ്പോൾ ഇതാ മിറാജ് സിനിമ OTT റിലീസ് ആയിരിക്കുകയാണ്. ഇന്ന് സോണി ലിവിലാണ് സിനിമ വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നരുവ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. നല്ലൊരു ഹൊറർ ത്രില്ലർ സിനിമയാണ് നരുവെ. ഈ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകനായ സിനിമയാണ് രാമചന്ദ്ര. 2023 സിനിമ റിലീസായത്. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. നല്ലൊരു കോമഡി ആക്ഷൻ മൂവിയാണ് രാമചന്ദ്ര. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് എൻ കാതല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ തമിഴ് ഭാഷയിൽ റിലീസായിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സ്റ്റേഷൻ 5 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രൻസ് നായകനായ സിനിമയാണ് സ്റ്റേഷൻ 5. ഈ സിനിമ ഇപ്പോൾ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബ്ലാക്ക് മെയിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. GV പ്രകാശ് നായകനായ സിനിമയാണ് ബ്ലാക്ക് മെയിൽ. ഈ തമിഴ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ സിംപ്ലി സൗത്തിൽ ഒക്ടോബർ മാസം 30 ബ്ലാക്ക് മെയിലിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് OG എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പവൻ കല്യാൺ നായകനായ സിനിമയാണ് OG. ഇതൊരു തെലുങ്കു സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോൾ ഇതാ ഒക്ടോബർ മാസം 23 നെറ്റ്ഫ്ലിക്സിലാണ് OG സിനിമയുടെ OTT റിലീസ്. മലയാളം, തമിഴ് തുടങ്ങി എല്ലാ ഭാഷകളിലും അന്ന് തന്നെ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റിപ്പോർട്ട് കിട്ടിയിട്ടും OTTയിൽ വരാത്തൊരു സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി കോമഡി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. എന്തുകൊണ്ടാണ് സിനിമ OTTയിൽ വരാത്തതെന്ന് വ്യക്തമല്ല. സിനിമയുടെ OTT നേരത്തെ തന്നെ മനോരമ മാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം 30 ഗെറ്റ് സെറ്റ് ബേബി മനോരമ മാക്സിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് വത്സല ക്ലബ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ധ്യാനടക്കം ഒരുപാട് പേര് സിനിമയിലുണ്ട്. ഈ ചിത്രം ഇപ്പോൾ മനോരമ മാക്സിൽ റിലീസായിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ചാട്ടുളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈൻ ടോം ചാക്കോ, ജാഫർ ഇടയ്ക്ക് തുടങ്ങി ഒരുപാട് പേര് ഈ സിനിമയിലുണ്ട്. നല്ലൊരു സിനിമയാണ് ചാട്ടുളി. ഇപ്പോൾ ഇതാ മനോരമ മാക്സിൽ ചാട്ടുളി സിനിമ OTT റിലീസ് ആയിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു ത്രില്ലർ സിനിമയാണ്. അസ്കർ, അന്ന റെജി, റായലക്ഷ്മി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ DNA സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാരുവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിൻസി, ഇന്ദ്രജിത്ത് തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു മാരുവിലും ഗോപുരങ്ങൾ. പക്ഷേ സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. സിനിമ റിലീസായിട്ട് കാലങ്ങളായി. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് മാരുവിലും ഗോപുരത്തിൻ്റെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റിപ്പോർട്ടാണ് ബൾട്ടി സിനിമയ്ക്ക് ലഭിച്ചത്. ഷൈൻ ടോം ചാക്കോ മികച്ച ആക്ഷനാണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരുപാട് പേര് സിനിമയ്ക്ക് പോസിറ്റീവ് പറഞ്ഞു. തമിഴ്നാട്ടിൽ സിനിമ കത്തിക്കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ബൾട്ടി സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമും മനോരമ മാക്സുമാണ് ബൾട്ടി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഉടനെ തന്നെ മനോരമ മാക്സിൽ റിലീസാകും. ഒരുപക്ഷെ ഒക്ടോബർ 30 ബൾട്ടി സിനിമ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കാന്താര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് 700 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് കാന്താര. ഋഷഭ് ഷെട്ടിയാണ് സിനിമയിലെ നായകൻ. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കാന്താര സിനിമ എല്ലാവർക്കും കൊടുത്തത്. എല്ലായിടത്തു നിന്നും പോസിറ്റീവ് റിപ്പോർട്ടാണ് കാന്താരയ്ക്ക് ലഭിച്ചത്. സിനിമയുടെ OTT നേരത്തെ തന്നെ വിറ്റുപോയിട്ടുണ്ടായിരുന്നു. റിലീസിന് മുന്നേ തന്നെ ആമസോൺ പ്രൈം റെക്കോർഡ് തുകയ്ക്കാണ് കാന്താര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാന്താര എന്ന സിനിമ നവംബർ മാസം ഫസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇതിനു വേണ്ടിയാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് 300 കോടി ക്ലബിൽ ഇടം പിടിച്ച മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായ സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ സിനിമ തിയേറ്ററിൽ നിന്ന് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. എന്നാലും OTTയിൽ വന്നിട്ട് കാണാനാണ് ആരാധകർ വീണ്ടും കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ജിയോ ഹോട്ട്സ്റ്റാറാണ് ഒഫീഷ്യലായിട്ട് ലോക സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്.
പക്ഷേ റിലീസ് തീയതി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. സർപ്രൈസായിട്ട് ലോക റിലീസാക്കാനാണ് അവർ ഒരുങ്ങുന്നത്. ഒക്ടോബർ മാസം 23-ന് ലോക സിനിമ OTT-യിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.